ഹലോ നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഡേ 18 ആയിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ ദിവസം നടന്ന പല കാര്യങ്ങളിലും ഭയങ്കര വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ ഉണ്ടായത്. അതായത് ഇന്നത്തെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ദിവസമായിരുന്നു എന്ന് പറയാം ബിഗ് ബോസിന്റെ. അതെ അതെ, അതായത് ഈ സീസണിലെ നമുക്ക് ഒരു എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞപ്പോ എന്താ തോന്നുക, വളരെ മോശം തോന്നുന്നു, എന്തോ ഒരു ഫീല് കണ്ടിട്ട്. അതെ, കാരണം ഈ 2 ദിവസമായിട്ട് ആര്യന്റെ ഗെയിം ഭയങ്കരമായ രീതിയിൽ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ നമ്മുടെ ഷാനവാസും ചെറിയ രീതിയിലൊക്കെ ഒന്ന് എക്സ്പോസ് ആവുന്നില്ലേ? അതെ അതെ, ഇന്നത്തെ ഗെയിമിൽ തന്നെ ഷാനവാസം മണ്ണെടുത്തെറിയുക, പിന്നെ അതേപോലെ തന്നെ ഗെയിമിൽ അവർ ആദ്യത്തെ ഫിസിക്കൽ ടാസ്ക് ആണ് ഈ സീസണിലെ. അതിൽ തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ മനസ്സിലുള്ള ദേഷ്യവും ഇതെല്ലാം ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുകയും തൊഴിക്കുകയും മണ്ണുവാരി എറിയുകയും നെഞ്ചത്ത് ചവിട്ടുകയും എല്ലാം ചെയ്ത് അവസരം വിനിയോഗിച്ച പോലെയാണ് നമുക്ക് തോന്നിയത്. അതേപോലെ തന്നെ നമ്മുടെ കഥ പറയൽ ടാസ്കില് ശൈത്യ വന്നിട്ട് കഥ പറഞ്ഞുകൊണ്ടിരുന്ന ടൈമില് അവിടെ ചിലരുടെയൊക്കെ എക്സ്പ്രഷൻസ് ഒക്കെ ശരിക്കും ശരിയായിരുന്നു. അതായത് ഈ ആര്യൻ കാണിച്ചതും സാരിക കാണിച്ചതും രണ ഫാത്തിമ കാണിച്ചതും ഒക്കെ ശരിയായിരുന്നു. കാരണം അവര് പിന്നീട് വന്നിട്ട് അവരത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ ക്യാമറയിലൂടെ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് അതിനെ പറ്റി തോന്നിയത്? അതെ, അതായത് ആര്യൻ നാഴിക്ക് 40 വട്ടം ഹ്യൂമാനിറ്റിയെ പറ്റി പറയുന്ന ആര്യനാണ് ഇന്ന് ഈ ശൈത്യ ജീവിതകഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ചിരിച്ച് എന്തൊക്കെയാ ഗസ്ട്രാ കാട്ടിക്കുട്ടിയെന്ന് എനിക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. അതായത് അവിടെ ഇരിക്കുന്നവർക്ക് അലോസരപ്പെടുത്തി, കാണുന്ന നമ്മളെ അലോസരപ്പെടുത്തി വളരെയധികം അതിന് കൂട്ടുപിടിച്ചാണ് സരികയും അതേപോലെ തന്നെ രണ ഫാത്തിമ. അതായത് എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നലെ ഞാനൊരു വീഡിയോയിൽ കണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഫാമിലി റൗണ്ടില് ഇപ്പോ റന ഫാത്തിമ പോയിരുന്നെങ്കിൽ ആരുടെ പേര് ചൂസ് ചെയ്യുവാണെന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ അക്ബർ പറഞ്ഞു സരികയുടെ പേര് ചൂസ് ചെയ്യുമായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് രണ ഫാത്തിമ ഇല്ല, സരികയൊക്കെ ഈ വീക്ക് പോവുമല്ലോ എന്ന് സരിക എടുത്ത് ഇങ്ങനെ തമാശക്ക് പറഞ്ഞു. ഇത് കേട്ട ഉടനെ സരിക കരഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ചെറിയൊരു കാര്യത്തിനാണ് ഇമോഷണലി ഇത്ര ബ്രേക്ക് ഡൗൺ ആവുന്ന ആള് വേറൊരാൾ അവരുടെ ജീവിത കഥയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ടൈമില് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? കാരണം സരിക എക്സ്പ്ലനേഷൻ ആയിട്ട് പറയുന്നത് എന്റെ മുന്നിൽ ഇരുന്നത് ആര്യനായിരുന്നു, എന്റെ സൈഡിൽ ആര്യൻ ഇരിക്കുമ്പോൾ ദൂരെ ഇരിക്കുന്ന ആളിനെ കാട്ടിയും എനിക്ക് എന്റെ അടുത്തിരിക്കുന്ന ആളുടെ സൗണ്ട് കേൾക്കുമ്പോൾ ഞാൻ ചിരിച്ചു. എന്നാലും ഒരു സാമാന്യ ബോധമില്ലേ, നമ്മുടെ മുമ്പിൽ ഒരാൾ ഇരുന്ന് അവരുടെ ജീവിതകഥ പറയുകയാണ്, ഞാനും ഇതേപോലെ എന്റെ ജീവിതകഥ പറഞ്ഞിട്ട് ഇമോഷണൽ ആയിട്ടുണ്ട്, അപ്പൊ അവരവരുടെ ജീവിതകഥ വലുതാണ് എന്ന് സരികയ്ക്ക് ചിന്തിച്ചൂടെ? അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു മരണ വീട്ടിൽ പോയിരുന്നിട്ട് എന്തെങ്കിലും ഒരു കോപ്രായം കണ്ട ഇതേപോലെ ഇരുന്ന് ചിരിക്കൂ? കാരണം പൊത്തി വെച്ച് ചിരിക്കായിരുന്നു ആള്. അപ്പൊ അതിനെ ന്യായീകരിക്കുന്നത് കാര്യമില്ല. അതേപോലെ തന്നെ നമ്മുടെ ആര്യന്റെ ഗെയിം എക്സ്പോസ് ആയി മൊത്തത്തിൽ വട്ടം പൊളിഞ്ഞ് നശിച്ച് നാണാറക്കല്ല് അല്ല, അതില് മെഴുകാൻ വരുവാ ഇന്നത്തെ പോലെ. കാരണം ആര്യൻ ന്യായീകരിക്കുന്നുണ്ട്. അത് കണ്ടില്ലേ നമ്മള്, ഈ ഉടനീളം ആര്യൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ന്യായീകരിച്ചിട്ട് ലാസ്റ്റ് നമ്മൾ ശരത്തിനോട് ആളെ സമ്മതിക്കുന്നുണ്ടായിരുന്നു. അത് ശരത്തും കൂട്ടി നിന്നിട്ട് എനിക്ക് നല്ല ചിരി വന്നു, ഞാൻ കുറെ പാടുപെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശരത്തിന്റെ ഗെയിം തന്നെ അവിടെ എക്സ്പോസ് ആവുകയാണ്. അത് ഷാനവാസ് പറഞ്ഞത് 100% ശരിവെക്കുന്ന രീതിയിലാണ് ഇന്ന് ശരത്ത് പറഞ്ഞത്. അതെ, അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഫുള്ളായിട്ട് കാണാം. ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് അതിനെയൊക്കെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ, അത് ബിഗ് ബോസിന്റെ റിവ്യൂ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരും. അത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ ഡേ തുടങ്ങുന്നത് ഡേ 18 ആണ്. രാവിലെ നമ്മുടെ സോങ്ങോട് കൂടിയിട്ടാണ് ഡേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇന്ന് അപ്പങ്ങളെമ്പാടും പാട്ടുമായിട്ടാണ് തുടങ്ങിയത്. അത് പാട്ടുമായിട്ടാണ് എല്ലാവരും നല്ല ആക്റ്റീവായിട്ടൊക്കെയാണ് തുടങ്ങിയത്. ഇനിയാണ് വലിയ സംഭവ വികാസങ്ങൾ തുടങ്ങാൻ പോകുന്നത്. അതായത് രാവിലെ തന്നെ ഇന്ന് അവിടെ ഒരു സ്ട്രൈക്കോട് കൂടിയിട്ടാണ് കേട്ടോ, അതായത് ഒരു സമരത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താന്ന് വെച്ചാല് ഗ്യാസ് തീർന്നു. അപ്പൊ നമ്മുടെ വീട്ടുകാരെല്ലാരും കൂടെ അതിനു വേണ്ടി സ്ട്രൈക്ക് ചെയ്തു. അതെ, എന്റെ പൊന്നു ബിഗ് ബോസ്, ഗ്യാസ് തരൂ, ഗ്യാസ് തീർന്നേ പറ്റത്തുള്ളൂ, ഗ്യാസ് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവര് ഇങ്ങനെ ബിഗ് ബോസിനോട് സമരം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ നെവിൻ വന്നിട്ട് പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട വിഷയങ്ങളെ, ചെറിയ വിഷയം വലിയ വിഷയം എല്ലാ വിഷയങ്ങൾക്കും ഇവിടെ ഉണ്ടെന്നറിയാം, എന്നാലും നമ്മുടെ ഗ്യാസ് തീർന്നിരിക്കുകയാണ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സമരം ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിലിരിപ്പോണ്ട് തന്നെയാണ് സമരം ചെയ്തത്. എനിക്കൊന്ന് നെവിൻ സംസാരിക്കുന്നത് ബിഗ് ബോസിന് വേണ്ടിയിട്ടായിരുന്നു. അതെ, നല്ല രസം ഉണ്ടായിരുന്നു. അതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് ഏരിയയിൽ വിളിച്ചിട്ട്
പറയാണ്. അതായത് പണിപ്പുരയില് ഇനി ടാസ്കുകൾ ഉണ്ടല്ലോ. അതായത് 3000 എത്ര കണ്ട് പോയിന്റ് മാത്രമേ ഉള്ളൂ ഇനി, ഇല്ലേ? 3000 പോയിന്റ്സിൽ ആകെ 1000 പോയിന്റ്സ് ആണ് നേടിയത്. അപ്പൊ ഇനി വേറെ ബാലൻസ് 250 പോയിന്റ് വേണം. അതിനാണ് ഈ ടാസ്ക് ഒക്കെ കളിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇത് വന്നിട്ട് ലാസ്റ്റ് ടാസ്ക് ആണ്, അതായത് 5ാമത്തെ ടാസ്ക് ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ പോയിന്റ്സ് ഒന്നും ഇവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ 1050 പോയിന്റ് എക്സ്ട്രാ ബിഗ് ബോസ് കൊടുക്കുകയാണ്. അതായത് ഇപ്പൊ ടോട്ടല് 1050 പോയിന്റ്സ് ബിഗ് ബോസ് കൊടുത്തു. അതിന് ഇവർക്ക് ഗെയിം കളിക്കാട്ടോ. അപ്പൊ ഗെയിം എന്ന് പറയുന്നത് കാന്താരി മുളക് പോലെയാണല്ലോ, അതായത് ചെറുതാണെങ്കിലും ഭയങ്കര എരിവാണല്ലോ. എരിവുള്ള സംഭാവം അല്ല സംവാദം ഡിബേറ്റ് ആണ് കേട്ടോ ഉദ്ദേശിച്ചത്. സംവാദം. അപ്പൊ അതാണ് ഇന്നത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ടാസ്ക് എന്ന് പറയുന്നത് ഇതിൽ ടീമില്ല, പണി മാത്രം എന്നാണ് ബിഗ് ബോസ് പറയുന്നത്. അതായത് ടീമായിട്ടല്ല കേട്ടോ. 7 റൗണ്ടാണ് ഉള്ളത്. ആദ്യഘട്ടത്തിൽ 4 റൗണ്ടും 2ാം ഘട്ടത്തിൽ 3 റൗണ്ടുമാണ്. 2 മിനിറ്റ് സമയമാണ് ഇവർക്ക് സംസാരിക്കാൻ കൊടുക്കുന്നത്. വിധികർത്താക്കള് ആദിൽ നൂറ. അതായത് കഴിഞ്ഞ ടാസ്കില് ഇവർക്ക് എന്തായിരുന്നു, ധൈര്യശാലികളാണെന്നും പറഞ്ഞു പോയവരെയൊക്കെ തന്നെയാണ് വിധികർത്താക്കൾ. അവരിനി വേണ്ടെന്ന്. അതെ, അനീഷും ആദിൽ നൂറ, അതില് ഒരാൾ മതി എന്നല്ലേ പറഞ്ഞു. പിന്നെ ഗിസയിലും ആര്യനും. അതെ, ഓരോ റൗണ്ട് കഴിയും തോറും ജഡ്ജ് ആരാണ് വിജയിച്ചതെന്ന് പറയണം. അപ്പൊ വിജയിച്ച ആൾക്ക് 150 പോയിന്റ് ഉണ്ട്. അതിൽ നിന്നായിരിക്കും പണിപ്പുരയിലേക്ക് പോവാനായിട്ട് ആളെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അതിൽ ഒരാളെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അത് 2 പേര് വെച്ചിട്ടായിരിക്കും ഡിബേറ്റ് നടക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഡിബേറ്റ് നടക്കുമ്പോൾ ഓരോ സബ്ജക്റ്റാണ് കൊടുക്കുന്നത്. അപ്പൊ ആ സബ്ജക്റ്റില് ഇവര് 2 പേരും സംസാരിക്കണം. അത് അവർക്ക് തന്നെ സെലക്ട് ചെയ്യാം ആര് ആദ്യം സംസാരിക്കണമെന്നുള്ളത്. ഒരാള് ഒരു പോയിന്റ് ഇത്ര ടൈമിനുള്ളിൽ എത്ര മിനിറ്റാ? 2 മിനിറ്റ്. അത്ര ഒരു ബെല്ലുണ്ട്. അപ്പൊ ബെല്ലടിക്കുമ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുക. അടുത്ത 2 മിനിറ്റ് കഴിയുമ്പോൾ ബെല്ലടിക്കുമ്പോഴത്തേക്ക് അത് സ്റ്റോപ്പ് ചെയ്യുക. അടുത്ത ആള് അതിനെ ഖണ്ഡിക്കുന്ന രീതിയിൽ സംസാരിക്കണം. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു ഡിബേറ്റിന് നമുക്ക് തരുന്ന ആ ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ബുദ്ധിപരമായിട്ട് ചിന്തിക്കാം. അതായത് നമുക്ക് ഫസ്റ്റ് വരുന്ന ആൾക്ക് എപ്പോഴും പോയിന്റ്സ് കുറവായിരിക്കും. സെക്കൻഡ് വരുന്ന ആൾക്ക് ചിന്തിക്കാനും ടൈം ഉണ്ട്. അതേപോലെ ഫസ്റ്റ് പറഞ്ഞ ആൾക്ക് എതിരെ സംസാരിക്കാനുള്ള പോയിന്റ് നമ്മൾ ഫസ്റ്റ് ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളിട്ട് തരുമല്ലോ. അപ്പൊ അതിന് ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അതിലുണ്ട്. ഇത് ഷഫിൾ ചെയ്ത് കൊടുക്കണമായിരുന്നു. അത് ജഡ്ജസ് തന്നെ തീരുമാനിക്കണമായിരുന്നു. അത് അല്ലെങ്കിൽ ടീം അവർ പറയണമായിരുന്നു. പക്ഷെ ആരും പറഞ്ഞില്ല. ഒരു ടീം തന്നെയാണ് ആദ്യമേ പോയിന്റ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് തോന്നില്ലേ. ഒരു വട്ടം മാത്രം മാറ്റിയെടുത്തോളൂ ബാക്കി. അതുകൊണ്ടാണ് ഷാനവാസിന്റെ ടീം തോറ്റു. അപ്പൊ അത് ഒരു ഫോൾട്ടായിട്ട് മാറിയത്. അപ്പൊ ആരായിരുന്നു ആദ്യം വന്നത്? ഈ ടാസ്കിൽ ആദ്യമേ വന്നത് സരികയും കലാപൺ സരികയും നൂറയായിരുന്നു വന്നത്. അപ്പൊ സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹോട്ട് സീറ്റ് ഉണ്ടല്ലോ, ശാരികയുടെ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഹോട്ട് സീറ്റിൽ വ്യക്തിഗത ചോദ്യങ്ങൾ ചോദിക്കാമോ എന്നാണ് സബ്ജക്ട്. അത് കണ്ടിക്കാൻ പറ്റും. അപ്പൊ സരികയാണ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ വ്യക്തിഗത ചോദ്യങ്ങൾ ഇതേപോലുള്ള ഹോട്ട് സീറ്റിൽ ചോദിക്കാൻ പാടില്ല. കാര്യം ചോദിച്ചാൽ തന്നെ അത് നമ്മളെ പേഴ്സണൽ അറ്റാക്കിന് വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പലരും വിഷമങ്ങൾക്കും കാര്യങ്ങൾക്കും ഉണ്ടാക്കുമെന്ന രീതിയിൽ സരിക അത് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിന് നൂറ പറയുന്നതെന്ന് പറഞ്ഞു തന്നെ ഇത് ഓൾറെഡി നേരത്തെ പെയ്ഡ് ആണ്, പറഞ്ഞ് ചെയ്യിക്കുന്നതാണ്. ഓൾറെഡി ഈ ക്വസ്റ്റ്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മുൻകൂട്ടി പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെന്താണ് കുഴപ്പം, അങ്ങനെ ചോദിച്ചാൽ എന്താണ് കുഴപ്പം എന്ന രീതിയിൽ നൂറയും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഒരു ജഡ്ജസ് വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്നത് സരിക, കലാഭവൻ സരികയാണ്. പക്ഷെ അവര് പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ ആ ഒരു വിഷമം, അതായത് മുമ്പുണ്ടായ അതേ വിഷമം ഉൾക്കൊണ്ട് തന്നെയാണ് സരിക സംസാരിച്ചത് നല്ല രീതിയിൽ. പക്ഷെ എനിക്ക് നൂറ പറഞ്ഞതായിട്ടാണ് കാര്യം. ഇതില് ഓപ്പോസിറ്റ് നൂറ വന്നതാണ് ഒരു പ്രശ്നം വന്നത്. മറിച്ച് ശാരികയാണ് വരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു സംസാരിക്കുമ്പോൾ ഒരു ഇതുണ്ടല്ലോ, പോയിന്റ് ആയിട്ട് എടുത്തു വെക്കുക. അതെ അതെ, ശാരിക വന്നിരുന്നെങ്കിൽ കറക്റ്റ് ആയിട്ട് പക്കയായിട്ട് അത് ഡീൽ ചെയ്ത് വിട്ടാൻ. അത് അതിലൊരു ഫോൾട്ട് വന്നത്. അങ്ങനെ കലാഭവൻ സരിക വിജയിച്ചു. ഇനി അടുത്തതായിട്ട് വന്നത് നമ്മുടെ അക്ബറും അഭിലാഷും ആയിരുന്നു കേട്ടോ. അപ്പൊ ഇവർക്ക് കൊടുത്തിരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാല് ഗ്രൂപ്പിസം, അതായത് ഗ്രൂപ്പായിട്ട് നിൽക്കണോ അതോ ഇൻഡിവിജ്വൽ ആയിട്ട് നിന്ന് ഗെയിം കളിക്കണോ എന്നുള്ളത്. അപ്പൊ അഭിലാഷാണ് ആദ്യമേ ഈ ഇൻഡിവിജ്വൽ ഗെയിം എന്നുള്ളത് തെരഞ്ഞെടുത്തത്. അപ്പൊ അഭിലാഷ് പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ ഈ ബിഗ് ബോസിൽ വരുന്നത് ഒറ്റയ്ക്കാണ്, നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് നിന്ന് കളിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പൊ കപ്പ് എന്ന് പറയുന്നതും ഇൻഡിവിജ്വൽ ആയിട്ട് മാത്രമായിരിക്കും കിട്ടുന്നത്. അപ്പൊ നമുക്കിവിടെ പലരും ഫ്രണ്ട്സ് ആണെങ്കിലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പറയാനായിട്ടുള്ളൊരു ഇത് വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ബിഗ് ബോസ് കപ്പ് വിജയിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ അക്ബർ എന്ന് പറയുന്നത് ഷർത്തിന്റെയും ഒരു ഗ്രൂപ്പായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഇന്ന് കളിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ
അഭിലാഷ് വാദിച്ചത് കേട്ടോ. ഇതിന് അക്ബർ കറക്റ്റ് ആയിട്ട്, അതായത് ശരിക്കും തന്നെ ഗ്രൂപ്പിസ് അത്ര നല്ലതല്ല ഒരു ബിഗ് ബോസില്, പക്ഷെ അക്ബർ നല്ല രീതിയിൽ അതിനെ ബാധിച്ചു. കാരണം അക്ബർ വന്നത് സെക്കൻഡ് ആണ് കേട്ടോ. അപ്പൊ ആൾ ആലോചിച്ചെടുത്തു. അപ്പൊ അക്ബർ പറയുന്നത് എന്താന്ന് വെച്ചാലും ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ്. അപ്പൊ ഗ്രൂപ്പ് ഉണ്ടെങ്കിലാണ് നല്ല വാല്യൂ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് നടക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. നമ്മള് താങ്ങി, അതായത് നമ്മൾ താങ്ങാൻ ഒരാളുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വീണ് പോവും. ഒരു ഗ്രൂപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ അത്ര വേഗം വീടില്ല. പിന്നെ ഒറ്റയാനെന്ന് പറയുന്നതിലും ഒരു കൂട്ടം ആനകൾ വരുമ്പോഴും ഒരു കൂട്ടമായിട്ട് വരുന്നതിനാണല്ലോ ആൾക്കാർ പേടിക്കുന്നതെന്ന് പറഞ്ഞു. ഇതില് കറക്റ്റ് ആയിട്ട് പോയിന്റ്സ് ഒക്കെ അക്ബർ പറഞ്ഞുകൊണ്ട് തന്നെ അക്ബറാണ് ഇതിൽ വിജയിച്ചത് കേട്ടോ. അടുത്ത വന്നേക്കുന്ന പറഞ്ഞാൽ നെവിനും ശൈത്യയാണ്. സബ്ജക്ട് വന്നേക്കുന്നത് തന്നെ ഈ വീട്ടിൽ ഇരിക്കാൻ യോഗ്യത ആർക്ക് എന്നാണ് സബ്ജക്ട്. അതിൽ ശൈത്യ പറയുന്നത് ഞാൻ 100% ടാസ്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ രേണുസുതിക്ക് വേണ്ടിയിട്ട് ടാസ്ക് ചെയ്തായിരുന്നല്ലേ മിഡ് വീക്ക് സസ്പെൻഷൻ വേണ്ടി, അതിൽ പുള്ളിക്കാരി ഫുൾ എഫേർട്ട് എടുത്ത് കൊടുത്തതിന്റെ പേരിലാണ് 3ാം സ്ഥാനം പുള്ളിക്കാരി കിട്ടിയത്. ജെന്യൂൻ ആയിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ ഞാൻ ആരുടെയും മരപ്പാവയല്ല പ്രതിമയല്ല എന്ന് പറയുന്നുണ്ട്. അതെന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് നെവിൻ സംസാരിക്കുന്നുണ്ട്. നെവിൻ പറയുന്നത് പറഞ്ഞാൽ 100% ഞാൻ യോഗ്യത തെളിയിച്ചു, ഞാൻ ഇവിടെ മൈൻഡ് ഗെയിമാണ് കളിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വോട്ട് പോലും ഇല്ല, ഇതുവരെ ഒരു വോട്ട് പോലും ഈ നമ്മൾക്ക് എലിമിനേഷൻ ടാസ്കിലൊന്നും വന്നിട്ടില്ല പുള്ളിക്കാരന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ജെന്യൂൻ ആയിട്ടാണ് കളിക്കുന്നത്. പിന്നെ എല്ലാം പേഴ്സണലായിട്ട് എടുക്കുന്നില്ല, ട്രിഗർ ചെയ്യുന്നത് നെവിന്റെ കഴിവ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് നെവിൻ അനുവിന്റെ കേസ് നമ്മുടെ ശൈത്യക്കെതിരെ വാദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ശൈത്യം മരപ്പാവയായിട്ടാണ്, അനുവിന്റെ മരപ്പാവയായിട്ടാണ്, സാരിത്തുമ്പിലാണ് നടക്കുന്നത് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ശൈത്യ ട്രിഗറായി. അവിടെ വാദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ശൈത്യ ഇടക്കേറി ചെയ്തിട്ട് സംസാരിച്ച് ഞാൻ ആരുടെ മരപ്പാവയല്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല, ഞാൻ ഒറ്റയ്ക്കാ കളിക്കുന്നത് എന്നൊക്കെ രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് വാദിച്ച് അത് നെവി ഒന്നും കൂടി ചൂണ്ടിക്കാട്ടി, കണ്ട ഇത് പേഴ്സണലായിട്ട് എടുക്കുന്ന രീതിയിൽ അങ്ങനെ അവിടെ പൊളിഞ്ഞ് ശൈത്യ. അത് നല്ലൊരു ഇതായിരുന്നു, ട്രിഗറാ ചെയ്തത് നെവിൻ. അങ്ങനെ നെവിൻ വിന്നറായിട്ട് അവര് വിധികർത്താക്കൾ തീരുമാനിച്ചു. അതെ, ഓക്കെ. ഇനി അടുത്തതായിട്ട് വന്നത് നമ്മുടെ ഒണിയലും ഷാരികയാണ് കേട്ടോ. അവർക്ക് കൊടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡെഡ് സോണിൽ പോയവരാണല്ലോ, അപ്പൊ വീട്ടിലേക്ക് വരാൻ ഏറ്റവും യോഗ്യതയുള്ള ആരാണ് എന്ന് തെരഞ്ഞെടുക്കാന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഷാരിക പറയുന്നുണ്ട്, എനിക്ക് ഡെഡ് സോണിൽ പോകാൻ കിട്ടിയപ്പോഴും എനിക്ക് സ്വന്തമായിട്ട് ഗെയിം കളിക്കാൻ പറ്റാതെ എനിക്ക് 2 കൂട്ടരെയാണ് കിട്ടിയത്. അപ്പൊ പോലും ഞാൻ നല്ല രീതിയിൽ അവരോട് പ്രതികരിച്ചിരുന്നു. എന്നിട്ട് സ്വന്തമായ ഗെയിം വന്നപ്പോൾ ഞാൻ നല്ല രീതിയിൽ കളിക്കുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഷാരിക പറയുന്നുണ്ട്. അപ്പൊ ഒണിയിൽ പറയുന്നുണ്ട്, ഗ്രൂപ്പില് ഞാനും ഗ്രൂപ്പായിട്ടാണ് കളിച്ചത്. പക്ഷെ ഗ്രൂപ്പ് ഞാൻ നല്ല രീതിയിൽ ചിന്തിച്ച് തെരഞ്ഞെടുത്ത് പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ കളിച്ചത്. പക്ഷെ ഷാരിക എന്ന് പറയുന്ന കിട്ടിയ ഗ്രൂപ്പിനെ കുറ്റം പറഞ്ഞുകൊണ്ടായിരുന്നത്. 2ാമത് ഗ്രൂപ്പ് തെരഞ്ഞെടുക്കാനും അവസരം ഉണ്ടായിട്ടും ഷാരിക അത് നല്ല വയസ്സായിട്ട് ചിന്തിച്ചില്ല എന്നൊക്കെയാണ് കേട്ടോ നമ്മുടെ ഒണിയൽ പറഞ്ഞത്. അപ്പോ ഇതില് ഒണിയലിനാണ് ആ ഒരു സംഭവം വിന്നായത്. അടുത്ത ഇനി വരുന്നത് രേണുവും ബിന്നിയുമാണ് ഡിബേറ്റിനായിട്ട്. അതിൽ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ശുചിത്വവും സാഹചര്യവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ബന്ധമുണ്ടെന്ന് ബിന്നിയും ബന്ധമില്ലെന്ന് രേണുസുതിയും പറഞ്ഞിട്ടാണ് ബന്ധമില്ലെന്നാണ് ബിന്നി പറയുന്നത്. ബന്ധമുണ്ടെന്ന് രേണുസുതി പറഞ്ഞിട്ടാണ് ഡിബേറ്റ്. ബിന്നിയാണ് ആദ്യം സംസാരിച്ചത്. ബിന്നി പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിനെ പേഴ്സണലായിട്ടാണ് കാര്യങ്ങൾ ഡിബേറ്റിൽ പറഞ്ഞേക്കുന്നത്. അതായത് രേണു മുടി ചെയ്യത്തില്ല, വൃത്തിയാകത്തില്ല, നമ്മളൊക്കെ ഉള്ള സാഹചര്യം വെച്ചിട്ട് നമ്മൾ വൃത്തിയായിട്ട് നീറ്റായിട്ട് നടക്കണം, ഹൈജീനായിട്ട് നടക്കണം. അതേപോലെ തന്നെ മുടി കെട്ടിയിട്ടൊന്നും അല്ല കിച്ചണിൽ വരുന്നത്. അങ്ങനെ പല കാര്യങ്ങളും രേണു, അതേപോലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ബെഡൊന്നും മടക്കി വെക്കത്തില്ല. അങ്ങനെ പല കാര്യങ്ങളും പേഴ്സണലായിട്ട് പറഞ്ഞിട്ടാണ് ബിന്നി പറഞ്ഞ് നിർത്തുന്നത്. അപ്പൊ രേണു പേഴ്സണലായിട്ട് പറഞ്ഞതിന്റെ പേരിൽ രേണു പേഴ്സണലായിട്ട് തന്നെയാണ് അതിന് റിപ്ലൈയും കൊടുക്കുന്നത്. രേണു പറയുന്നത് എക്സ്റ്റൻഷൻ ചെയ്തതിന്റെ പേരിൽ, ഇവിടെ ബിഗ് ബോസ് വരുന്നതിന് മുമ്പ് എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കറിയാം, പുറമെ എല്ലാം നല്ല വിവാദമായതാണ്. അപ്പം ആ എക്സ്റ്റൻഷൻ ചെയ്തതിന്റെ പേരിൽ ഇഷ്ടംപോലെ മുടി പൊഴിയുന്നുണ്ട്. വലിയ കോമ്പ് വേണം, അകലുള്ള കോമ്പ് വേണം. അപ്പൊ ആ കോമ്പ് വെച്ചിട്ട് ഈരിയാൽ മാത്രമേ ഇവർക്ക് അത് റെഡി ആവത്തുള്ളൂ, ഇല്ലേ? അങ്ങനെ റെഡി ആവത്തുള്ളൂ. അപ്പൊ ഇവർക്ക് കൊടുത്തേക്കുന്നതിൽ ചെറിയ കോമ്പ, അപ്പൊ അതുകൊണ്ട് മുടി ശരിക്ക് പോവും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് രേണു പേഴ്സണലായിട്ട് അത് പറഞ്ഞേക്കുന്നത്. പിന്നെ അതേപോലെ രേണു ഒരു പോയിന്റ് എടുത്ത് ഇടുന്നുണ്ട്. അതായത് ഒരു നമുക്ക് അടുത്തൊരു കുളമുണ്ട്, നമുക്ക് നീന്തൽ അറിയത്തില്ല എന്നും പറഞ്ഞിട്ട് നമുക്ക് കുളിക്കണമെന്ന് പറഞ്ഞിട്ട് കുളത്തിൽ ചാടാൻ പറ്റുമോ? ഇല്ല. അപ്പം വെള്ളം വരുന്നത് വെയിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് കോമ്പിന്റെ കാര്യം. എന്റെ അവസ്ഥ അതാണ് എന്ന് രേണു പറഞ്ഞേക്കാം. അപ്പൊ പോയിന്റില് രേണു വിജയിച്ച ആ ഒരൊറ്റ പോയിന്റിൽ അങ്ങനെ രേണുവിനെ വിന്നറായിട്ട് വിധികർത്താക്കള് തീരുമാനിച്ചത്.
അതെ, ഓക്കെ. അപ്പൊ അടുത്തത് വന്നിട്ട് നമ്മുടെ ഷാനവാസും ശരത്തുമാണ് കേട്ടോ. ഇവർക്ക് വന്നത് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വ്യക്തി താല്പര്യത്തിന് ദുരുപയോഗം ചെയ്യാനും ചെയ്തുകൂടെന്നും ഉള്ളതാണ്. അപ്പൊ ശരത്തിന് വന്നത് ദുരുപയോഗം ചെയ്യാന്നാണ് ഫ്രണ്ട്ഷിപ്പ്, ഷാനവാസിന് അല്ലെന്നോ. അപ്പൊ ഷാനവാസ് ഇവർ എന്തൊക്കെയോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞു തീർത്ത പോലെയാണ്. ടോപ്പിക്കിനെ കുറിച്ച് ഒന്നും അല്ല പറഞ്ഞത്. ഇവർക്ക് മുമ്പ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. ഇവര് മുമ്പേ ഫ്രണ്ട്സ് ആണ്. അപ്പൊ എന്തൊക്കെയോ എന്റെ ഇടയിൽ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് അറിയാത്ത രീതിയിൽ നടന്നതാണ്. പിന്നെ അത് മനസ്സിലായി ഇവര് തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, എന്തൊക്കെയോ പണി അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായി. അത് ഷാനവാസ് പറയുന്നുണ്ട്. അതായത് ശരത്ത് പറയുന്നത് നമുക്കിവിടെ ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കാം. അതായത് അതിനകത്തുള്ള കാര്യം തന്നെ പറയുന്നുണ്ട്. നമുക്കൊരു 20 പേരുള്ളിടത്തു നിന്ന് നമുക്ക് നമ്മുടെ ആശയങ്ങളുമായിട്ട് ചേരുന്നവരാണോ എന്ന് നോക്കിയിട്ട് നമുക്ക് ഫ്രണ്ട്സിനെ തെരഞ്ഞെടുക്കാം. നമ്മുടെ മനസ്സിന് ചേരുന്നില്ല എന്ന് കാണുന്നവരുമായിട്ട് മാറാന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് പറയുമ്പോൾ അല്ല അക്ബർ ശരത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഷാനവാസ് വന്നിട്ട് പറയുന്നുണ്ട്, ഞാനിവിടെ പ്രഡിക്ഷൻ ലിസ്റ്റില് ശരത്തിനെ കണ്ടതായിരുന്നു. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. കാരണം എന്റെ ഫ്രണ്ട് ശരത്ത് ഇതിലുണ്ടല്ലോ എന്ന് എഴുതി. പക്ഷെ ഇവിടെ വന്നപ്പം ഞാൻ വേറെയാണ് കണ്ടത്. ഒരു ഗ്രൂപ്പിന്റെ കൂടെ കയറി നിന്ന് എന്നെ അറ്റാക്ക് ചെയ്യുന്നൊക്കെ കണ്ടേന്ന് പറഞ്ഞിട്ട് ഇവരമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പേഴ്സണലായിട്ട് പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ ജഡ്ജസായ അനീഷ് എണീറ്റ് എന്നിട്ട് പറയുന്നുണ്ട്, രണ്ടുപേരും ടാസ്കിനെ ഫോളോ ആക്കി എന്ന് തന്നെ പറയാം. പിന്നെ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് കൊടുക്കണമെന്നുള്ളതുകൊണ്ട് ശരത്തിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ വിന്നറായിട്ട് ശരത്തിനെ തീരുമാനിച്ചു. അങ്ങനെ ഇവരിൽ ഇത്രയും പേരിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് നമ്മുടെ ടാസ്കില് പണിപ്പുര ടാസ്കില് അങ്ങനെ 7 പേരാണ് ഇതിൽ വിൻ ചെയ്തിരിക്കുന്നത്. അതായത് 7 പേരെന്ന് പറയുന്നത് രേണു, നെവിൻ, റെന ഫാത്തിമ, അക്ബർ, സരിക, ഒണിയൽ, ശരത്ത് ആണ് കേട്ടോ. ഇവരില് ഒരാൾക്ക് പോവാം, ഇവരില് 2 പേർക്ക് പോവാം. അല്ല 2 പേർക്ക് പോവാം. അപ്പം നമ്മള് ഒരാൾക്ക് പോവാം. വോട്ട് എടുത്ത് നിങ്ങൾ തീരുമാനിക്കുക, എങ്ങനെയാന്ന് വെച്ചാൽ തീരുമാനിക്കുന്നത്. അപ്പൊ ഓരോരുത്തരുടെ പേര് പറയുമ്പോഴത്തേക്ക് എല്ലാരും കൂടെ പറഞ്ഞാൽ അങ്ങനൊന്നും വേണ്ട, അങ്ങനെയൊക്കെ തീരുമാനിച്ച ഗ്രൂപ്പായിട്ടൊക്കെ വരത്തുള്ളൂ, ഒന്നും മതി. അപ്പൊ അനീഷ് പറയുന്നത് നമുക്ക് വോട്ട് എടുക്കാം. അപ്പൊ നമ്മുടെ അപ്ലേഷൻ വോട്ടും ഇതൊന്നും വേണ്ട, അങ്ങനെയാണെങ്കിലും ഗ്രൂപ്പേ പോകത്തുള്ളൂ. അപ്പൊ ഉണ്ടെങ്കിൽ അവിടെ കിടന്ന് പറയുന്നുണ്ട് എനിക്ക് പോകണം, ഞാൻ ഇതുവരെ പോയിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയാണെങ്കിൽ ഒണിയലിനെ തെരഞ്ഞെടുത്തിട്ട് കാര്യം വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന പേര് ആര്യനും ഗിസേലും ഇതൊരായിട്ട് പഠിച്ചു. ഇനി അത് വരുമോന്ന് കരുതിയിട്ട് അഭിലാഷ് അത് തടുക്കുന്നത്. അങ്ങനെ ഒണിയൽ പോണോന്ന് പറഞ്ഞു. അങ്ങനെ പണിപ്പുരയിലേക്ക് പോവാനായിട്ട് ഒണിയലിനെയാണ് കേട്ടോ തെരഞ്ഞെടുത്തേക്കുന്നത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ റെനയും ഗിസയിലും ആര്യനും കൂടെ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുവാണ് കേട്ടോ. ചർച്ച ചെയ്യുന്നത് അനുവിനെ കുറിച്ച്. അതായത് ഇങ്ങനെ ഗിസയിലിനെ ഒന്ന് വെറുതെ മൂപ്പിച്ച് ഒന്ന് കുശുമ്പ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ല, അനുവിന് സംസാരിക്കാൻ അറിയത്തില്ല, ഡിബേറ്റിലാണെങ്കിൽ അല്ലാതെ സംസാരിക്കാൻ അറിയത്തില്ല. അപ്പം ഗിസേൽ പറയുന്നുണ്ട് വഴക്കിടുമ്പോ അവർക്ക് സംസാരിക്കാൻ അറിയാലോ. 30 വയസ്സാണെങ്കിലും 19 വയസ്സിന്റെ പക്വതയാണ് കാണിക്കുന്നതെന്ന് പറയുമ്പോ റെന പറയുന്ന ഗിസേലിന് ആറ്റിറ്റ്യൂഡ് ഉണ്ട്, പക്ഷെ അനുവിനോട് സംസാരിക്കുമ്പോ അതില്ല. അതുകൊണ്ട് എല്ലാവർക്കും അനുവിനോട് സംസാരിക്കാൻ അല്ല, അത് ഗിസേലിനെ ഒന്ന് മൂപ്പിക്കാനായിട്ട് അനുവിനെ പൊക്കി പറഞ്ഞു. അപ്പൊ ആരും പറയുന്നുണ്ട് ഗിസേലിനെ കാണും ഹൈജീൻ കൂടുതല് അനൂനാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ടു ഇപ്പൊ കരയും ഗിസേൽ എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിലിരുന്ന് ചുമ്മാ ഒന്ന് സംസാരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതായത് ഗിസയിലും അനുവും തമ്മിൽ അവിടെ ഒരു ശത്രുതയുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മളെ അത് കാണിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഭൂമി കയ്യേറ്റം ടാസ്ക് അവിടെ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭൂമി കയ്യേറ്റം അല്ലായിരുന്നു, ആൾക്കാരെ കയ്യേറ്റം, ഉടമസ്ഥരുടെ കയ്യേറ്റമായിരുന്നു. ഇതല്ല ഇതിന്റെ ഇടയിൽ അക്ബർ വന്നിട്ട് ആദിൽ നൂറെടുത്തൊരു ആദിൽ നൂറെടുത്ത് അക്ബർ ഒണിയല് പറഞ്ഞു ഇവിടെ ആദിലും നൂറയും രേണു ഒക്കെ വെറും റിയാക്ഷൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത്. അപ്പൊ റിയാക്ഷൻ കൊണ്ട് ബിഗ് ബോസ് നിൽക്കുവാണ്, റിയാക്ഷൻ മാത്രമാണ് കാണിക്കുന്നത്. അപ്പം അക്ബർ ചോദിച്ചു ഇത് ബിഗ് ബോസ് അല്ലേ, ഇവിടെ റിയാക്ഷൻ കാണിക്കാനല്ലേ നിൽക്കുന്നത്, അപ്പൊ പിന്നെ നിങ്ങൾ എന്തോ കാണിക്കുന്നതെന്ന് വെച്ചപ്പോ എന്നൊക്കെ പറഞ്ഞു പോയിരുന്നു. അപ്പൊ ആദിൽ ഇങ്ങനെ പറയുന്നുണ്ട് യോണിയൽ എന്താ ഇവിടെ ചെയ്യണ, ആ ബീൻ ബാഗിൽ കയറി ചന്തി വെച്ചിരുന്ന ചന്തി താഴെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ കാരണവർമാര് പോലും അങ്ങനെ ഇരുന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, കളിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ടാസ്ക് വരുന്നത്, ഈ ഭൂമി കയ്യേറ്റ. അതൊരു 1.5 കയ്യേറ്റം ഇതെന്ന് പറഞ്ഞാൽ 2500 പോയിന്റിന് വേണ്ടിയിട്ട് പോയിന്റ് അവർ നേടിയിട്ടുണ്ട്. അപ്പൊ ഡീസന്റ് ഷോപ്പിംഗ് എന്ന് പറയുന്ന പ്ലാനാണ് അവർക്ക് കിട്ടിയത്. അപ്പൊ ഈ ഭൂമി കയ്യേറ്റ ടാസ്കിൽ എന്ന് പറയുന്നത് 5 പേര് വേണം നമുക്ക് ഈ പണിപ്പുര ടാസ്കിൽ കയറാൻ. അതിലിപ്പോ 3 പേരെ സെലക്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കി 2 പേരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടാസ്ക് വെച്ചേക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഗാർഡൻ ഏരിയയിൽ ഒരു ഭൂമി പോലെ വെച്ചിട്ട് മണ്ണൊക്കെ നിറച്ചൊരു സ്ഥലം കാണും, ഒരു ഏരിയ കാണും.
രണ്ട് ബോഡിയും കാണും. അതിൽ ടീം എ ടീം ബി അതിൽ കുറെ കൊടികളും കാണും. ടീം എക്ക് യെല്ലോ കൊടിയും ടീം ബിക്ക് പിങ്ക് കൊടിയും. 9 പേര് അടങ്ങുന്ന ടീമുകളായിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് ബസർ ടു ബസർ ആണ് 15 മിനിറ്റ് ആണ് ടൈം എടുക്കുന്നത്. ഈ ബസർ അടിക്കുമ്പോഴത്തേക്ക് ഇവരെല്ലാം കൊണ്ടുവന്ന് കൊടി നാട്ടണം. ഇതിലെല്ലാം കൂടുതൽ കൊടി ഈ 15 മിനിറ്റിനുള്ളിൽ ബസർ അടിക്കുമ്പോൾ ആരാണ് വയ്ക്കുന്നത് അവരാണ് വിന്നർ. അങ്ങനെയാണ് ഈ ടാസ്ക് വന്നേക്കുന്നത്. അപ്പൊ ഇതില് അങ്ങോട്ട് എല്ലാരും ഗാർഡൻ ഏരിയയിൽ നിൽക്കുന്നുണ്ട്. ബസർ കേട്ട ഉടനെ ഇത് രണ്ട് നമ്മുടെ ഒരു ക്ലേ പിച്ച് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് യെല്ലോയ്ക്കും ഒന്ന് പിങ്കിനുമാണ് കേട്ടോ. ഇവര് ഓടുന്നു ചാടുന്നു. അതില് ഈ ഓരോരുത്തരുടെ കയ്യിലും ഈ കൊടിയുണ്ട്. കൂടുതലും പെൺകുട്ടികളുടെ കയ്യിലായിരുന്നു. കാരണം അവർക്ക് ഡ്രസ്സിനുള്ളിലൊക്കെ ഒളിപ്പിച്ചു വെക്കാന്നും പറഞ്ഞിട്ട് അവര് പോയി ഈ ക്ലേ പിച്ചിലോട്ട് കമന്ന് അങ്ങ് കിടന്നു. ഇവരുടെ മണ്ടി കയറി ഓരോരുത്തർ കിടക്കുന്നുണ്ട്. നമ്മുടെ ഒണിയൽ അനീഷിന്റെ മുകളിൽ കയറിയിട്ട് ഒണിയൽ കിടപ്പുണ്ട്. അനീഷ് ഇതിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കമന്ന് കിടക്കുക. കാരണം ഇതെടുത്തോണ്ട് ഒന്ന് കുത്തണമല്ലോ. അങ്ങനെ അനീഷിന്റെ മുകളിൽ ഒണിയൽ കിടപ്പുണ്ട്. അക്ബറും ഷാനവാസും ഭയങ്കര അടികൂടി ഷാനവാസിന് അക്ബർ വെളിയിലോട്ട് എടുത്ത് എറിയുന്നു. ഷാനവാസ് വീണ്ടും കയറുന്നു, വീണ്ടും എറിയുന്നു, വീണ്ടും കയറുന്നു. അവർ രണ്ടും കൂടെ വെളിയിൽ നിന്ന് കിടന്ന് എല്ലാരും കൊടി കുത്തുമ്പോ വെളിയിൽ റെസ്ലിംഗ് നടക്കുക. അപ്പൊ ബിഗ് ബോസ് നോക്കുമ്പോൾ ഈ ഗിസേലിന്റെ ദേഹത്ത് ഒരു കൂട്ടം കുറെ വന്ന് കിടക്കുന്നു. ഗിസേലിന്റെ കയ്യിലാണ് കൊടിയിരിക്കുന്നത്. അപ്പൊ ഗിസേലിന്റെ കൂട്ടത്തിൽ ഒരു കൂട്ടം വന്ന് കിടക്കുന്നു. അവിടെ റെനയും ഷാരിയും കൂടി കെട്ടിപ്പിടിച്ച് പറയുന്നു. അവസാനം ഇത് സീനാന്ന് കണ്ടിട്ട് ബിഗ് ബോസ് പറഞ്ഞു എല്ലാരും ഒന്ന് നിർത്തൂ, നിങ്ങൾക്ക് 1 മിനിറ്റത്തേക്ക് ടൈം, ഒരു 2 മിനിറ്റ് ടൈം കൊണ്ട് നിങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കൂ, എന്നിട്ട് ചെയ്യാമെന്ന് പറയുമ്പോഴും ഇവിടെ ടാസ്ക് നടക്കും. ഇവിടെ എണീക്കുന്നില്ല. കാരണം ആര്യൻ വന്നിട്ട് ഇവരുടെ മണ്ടയിൽ കയറി കിടക്കുക. ഇവർ എണീറ്റ് കഴിഞ്ഞാൽ ആര്യൻ അത് എടുത്തിട്ട് പോകും. ആര്യൻ മാറിയാലല്ലേ ഇവർക്ക് എണീക്കാൻ പറ്റൂ. അവിടെ ഷാനവാസും അക്ബറും ഒക്കെ പോയിരുന്നു. ഷാനവാസിന്റെ അക്ബറിന്റെ അടുത്തും ബിഗ് ബോസ് അനൗൺസ് ചെയ്ത് ഇത് ഫിസിക്കൽ ടാസ്ക് അല്ല, ഇത് ഫിസിക്കൽ ടാസ്ക് ആണെങ്കിൽ ഫൈറ്റിംഗ് വേണ്ട എന്ന് ബിഗ് ബോസ് പറഞ്ഞു കേട്ടോ. അപ്പൊ എന്നിട്ട് ഇവര് എണീക്കുന്നില്ല. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് വന്നിട്ട് എല്ലാരും മൈക്കൂരി വെക്കും. എവിടെ കേൾക്കാൻ എന്ത് മൈക്ക്, ഇവിടെ കിടന്ന് ഉരുളുവാണ്. അത് ഗിസയില് കൊടിയെല്ലാം കൂടി എടുത്ത് വെച്ചിട്ട് അതിന്റെ മണ്ട കയറി കിടക്കുക. അപ്പൊ ഗിസയില് എണീറ്റാലേ ഇവർക്ക് സമാധാനം ഉള്ളൂ. കാര്യം ഇല്ലെങ്കിൽ ഇവരെല്ലാം മാറിയാലും ഗിസയിൽ അതിനകത്തുള്ള കുത്തേ പിടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചോണ്ട് എല്ലാരും അതിന്റെ മണ്ട കയറി കിടക്കുക. അപ്പോഴത്തേക്ക് ആര്യൻ മാറിയാലേ ഇവർക്ക് എണീക്കാൻ പറ്റൂ. കാരണം ആര്യൻ ഇതെടുക്കാൻ നിൽക്കുക. ഇത് കണ്ടോടനെ വീണ്ടും ഷാനവാസ് എല്ലാരും കൂടെ വരുന്നു. എല്ലാരും കൂടെ വീണ്ടും മത്സരപ്പെടുത്തും. അപ്പം ബിഗ് ബോസ് വീണ്ടും അനൗൺസ് ചെയ്തു മൈക്ക് ഊരി വെച്ചാലേ ഗെയിം തുടങ്ങുള്ളൂ എന്ന് അനൗൺസ് ചെയ്തപ്പോഴത്തേക്ക് ഇവര് മൈക്ക് എടുക്കും എന്ന് ആരും മൈക്ക് എടുക്കുന്നില്ല. വീട്ടിൽ കളി. അപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോ ഷാനവാസ് മണ്ണെടുത്ത് ആര്യന്റെയൊക്കെ ദേഹത്തെറി. അല്ല, ഷാനവാസിനെ ഈ ആര്യനെ പിടിച്ച് മാറ്റാൻ നോക്കിയപ്പോഴത്തേക്ക് ഷാനവാസിന്റെ നെഞ്ചത്ത് ചവിട്ടി. അങ്ങനെ ഷാനവാസ് തെറിച്ച് വീണ് അതിന്റെ ഇതിലാണ് മണ്ണെടുത്തെറിഞ്ഞത്. തിരിച്ചവിട്ടാൻ പറ്റത്തില്ല. തിരിച്ചവിട്ടി തന്നെ ഇത് ഫിസിക്കല് ഇതായി. പക്ഷെ അവിടെ നിന്നവരെല്ലാരും കൂടെ ഒന്ന് ബഹളം വെച്ചു കേട്ടോ. അത് കാര്യം എല്ലാവരുടെയും ദേഹത്ത് വീഴുമല്ലേ. അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല വെളിയിൽ നിന്നുകൊണ്ട് ആദിലും ശാരികയും കൂടി മുറ്റിടി. അതൊരു ഏറ്റവും കോമഡിയാണ്. ആര്യൻ എന്നിട്ടും മാറുന്നില്ല. ആര്യൻ മാറുന്നില്ല. ഇത് മൈക്കൊക്കെ എടുത്ത് മാറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. ഇവിടെ അതിന്റെ അപ്പുറം വഴി ആദിലും ശാരിക എന്തിനാ അടിയിട്ടെന്ന് മനസ്സിലായോ? ഇന്നലെ എപ്പിസോഡില് നമ്മുടെ ശാരിക അല്ല ആദിലും നൂറയും കൂടി സംസാരം ഉണ്ടായിരുന്നു. ശാരിക എടുത്ത് കൺട്രോൾ ചെയ്തി ഇരിക്കുക. എപ്പോഴാന്ന് അറിയത്തില്ല ഞാൻ എടുത്തിട്ട് അടിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ആദില്. കിട്ടിയ അവസരമായിരുന്നു ഈ ടാസ്കിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടിയ അവസരം മാക്സിമം മുതലെടുത്തു. അതെ, ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യക്തി വൈരാഗ്യം ഇതോടെ തീർന്നു. കാരണം അല്ലാതെ അടിക്കുകയാണെങ്കിൽ അത് ഫിസിക്കൽ അസോൾട്ട് ആയിട്ട് വരുമല്ലോ. ഇതാകുമ്പോ കുഴപ്പമില്ല. ടാസ്കിൽ കിട്ടിയതാണെന്നല്ലേ. എല്ലാ എണ്ണത്തിനും മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. അടിച്ചു തീർക്കട്ടെ. അതെ, ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു നിർത്തൂ, ഗെയിം അവസാനിച്ചു. എവിടെ നിർത്താൻ? ഉടനെ കൊടിയെടുത്തോണ്ടൊന്ന് വീണ്ടും ഇടുക. ബിഗ് ബോസ് വീണ്ടും അനൗൺസ് ചെയ്യുന്നു ഗെയിം അവസാനിച്ചു, നിർത്തൂ. എവിടെ? സൈറൻ മുഴങ്ങി കേൾക്കുന്നില്ല. പിന്നെ അങ്ങോട്ട് കിടന്ന് സൈറൻ മുഴക്കായിരുന്നു കേട്ടോ. അതെ, ഗതി കേട്ടിട്ട് ബിഗ് ബോസ് പറഞ്ഞ എല്ലാവരും ലിവിംഗ് റൂമിൽ പോയിരിക്കാൻ. അങ്ങനെ ഒരു ഗതിയൊക്കെ കേട്ടോ ബിഗ് ബോസ് പറഞ്ഞ എല്ലാരും ലിവിംഗ് റൂമിൽ പോയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈവില് കാണിക്കുന്നുണ്ടോ 1 മണിക്കൂറോളം എടുത്തു കേട്ടോ. എല്ലാവർക്കും ചെറിയ ചെറിയ മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊക്കെ എല്ലാരും വന്നിരുന്നു. അപ്പൊ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ ലിവിംഗ് റൂമിൽ വന്നിരിക്കുമ്പോ ആര്യൻ ഷാനവാസിനോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇടിച്ചാലും കുഴപ്പമില്ല, പക്ഷെ മണ്ണെടുത്ത് എറിയുന്നത് കുഴപ്പമാണെന്ന് പറയുമ്പോ അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് എന്റെ ദേഹത്ത് ചവിട്ടി കഴിഞ്ഞാൽ എന്റെ നെഞ്ചത്ത് ചവിട്ടി കഴിഞ്ഞാൽ ഞാൻ എന്തും ചെയ്യും. ഭയങ്കരമായിട്ട് അത് എതിർത്ത് അത് ശരിയല്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് ഷാനവാസ് നല്ല രീതിക്ക് റേസ് ചെയ്തായിരുന്നു. അപ്പോ ബിഗ് ബോസ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എല്ലാരും ഓക്കെ അല്ലേ, എത്ര കൊടിയുണ്ടെന്ന് പോയി എണ്ണാൻ പറഞ്ഞു. അങ്ങനെ ഷാനവാസും നെവിനും പോയി ഗിസേലും നെവിനും പോയി എണ്ണുന്നുണ്ട് കേട്ടോ. അത് ഏതാണ്ട് 1 മണിക്കൂർ അതെ, എണ്ണി തീർക്കാൻ. അങ്ങനെ യെല്ലോ കൊടി 137 പിങ്ക് 158 ആയിരുന്നു കേട്ടോ ഉള്ളത്.
അതായത് അനീഷിന്റെ ആ ഒരു ടീം ഉണ്ടല്ലോ, അവരാണ് വിജയിച്ചത്. അതായത് ടീം ബി. അങ്ങനെ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ടീം ബിന്ന് സെലക്ട് ചെയ്ത് രണ്ടുപേരെ സെലക്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് പണിപ്പുര ടാസ്കിലേക്ക് അങ്ങനെ രണ്ടുപേരെ സെലക്ട് ചെയ്യാനാണ്. അതിലും ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. അഭിലാഷ് എല്ലാം എണീറ്റ് ഭയങ്കരമായിട്ട് റേസ് ചെയ്ത്. അല്ല, അതില് ഇവര് സെലക്ട് ചെയ്തത് അനു എണീറ്റ് വന്നിട്ടോ. അപ്പൊ അനു എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഗിസേല് പറഞ്ഞു അനു ഒന്നും ചെയ്തില്ല, പിന്നെ എന്തിനാ എണീപ്പിക്കുന്നത്. അനു പറഞ്ഞു ഞാനല്ലേ കൂടി പകുതി എടുത്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്ത്, അപ്പൊ എനിക്ക് എന്താ നിന്നാലെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫൈറ്റ് വന്നു. ഗിസേല് അല്ല, മുമ്പ് ഗിസേൽ ഇതൊന്നും സംസാരിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഗിസേലിന് ടൂൾസ് ഉണ്ടായിരുന്നു. ഇപ്പം ആരും മിണ്ടുന്നില്ല. ഇപ്പൊ ഗിസേല് സംസാരിക്കാൻ തുടങ്ങി. അതുകൊണ്ട് അങ്ങനെ പടിപ്പുരയിൽ പോവാത്ത ആൾ ആരാന്ന് ചോദിച്ചു. അങ്ങനെ നെവിനും അഭിലാഷിനും പോണോന്ന് നേരത്തെ തൊട്ടേ പറഞ്ഞില്ല. അപ്പൊ അഭിലാഷും പോന്ന് പറഞ്ഞു. എന്നിട്ട് നെവിനും പോണോന്നുണ്ടല്ലോ. അങ്ങനെ അഭിലാഷിനും നെവിനെയാണ് തെരഞ്ഞെടുത്തത്. അങ്ങനെ രണ്ടുപേരെ തെരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അവസാനം ഇപ്പോ പടിപ്പുരയിൽ പോവാനായിട്ടുള്ള ആൾക്കാർ, അതായത് പണിപ്പുരയിൽ പോവാനായിട്ട് തെരഞ്ഞെടുത്ത ആൾക്കാര് ഗിസയില്, ബിന്നി, ഒണിയൽ, നെവിൻ, അഭിലാഷ്, ഈ 5 പേരാണ് കേട്ടോ നാളെ പണിപ്പുരയിൽ പോണത്. നാളെ ആയിരിക്കും അത് പോണത്. അപ്പൊ ഇതിനെല്ലാം ശേഷം ജീവിതകഥ ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ശൈത്യക്കായിരുന്നു ഇന്നത്തെ ടാസ്കിൽ ജീവിതകഥ പറയാനുള്ളത്. അങ്ങനെ നമ്മൾ ശൈത്യയുടെ ജീവിതകഥയൊന്നും കാണിച്ചില്ലായിരുന്നു. അതായത് ഒന്നും പറഞ്ഞതൊന്നും ഒന്നും നമ്മളെ കാണിച്ചിട്ടില്ല. ശൈത്യം എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ജീവിതകഥ തന്നെ, അച്ഛന്റെ എന്തോ കടബാധ്യതയോ അങ്ങനെ കാര്യങ്ങൾ വിഷമിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാണിക്കുന്ന പറഞ്ഞാൽ ഗിസയിലും ആര്യനും സംസാരിക്കുന്നതാ. ഇവര് സംസാരിച്ചിട്ട് ആര്യൻ ഭയങ്കരമായിട്ട് മുഖം പൊത്തിച്ചിരിക്കുന്നു. ശരിക്കാണോ കരയാണോ ഒന്നും നമുക്ക് അറിയില്ല കേട്ടോ. അത് അല്ല, എനിക്ക് ചിരിക്കുന്നതായിട്ടാ തോന്നിയത്. അല്ല, അത് നമുക്ക് ആദ്യമേ അത് കാണിച്ചത് നമുക്ക് ക്ലാരിറ്റി ഇല്ലായിരുന്നു. പക്ഷെ നമുക്ക് പ്രമോ കാണിച്ചതിൽ ആര്യൻ ഭയങ്കരമായി ചിരിക്കുന്നതായിട്ടാ കാണിച്ചത്. ഗിസയിലെടുത്തായിരുന്നു സംസാരിച്ച് ചിരിക്കുന്നത്. അപ്പൊ ഗിസയിൽ എന്തോ പറയുന്നത് ഞാൻ കേട്ടത് ക്ലാരിറ്റി ഇല്ലായിരുന്നു. എനിക്കൊന്ന് കേട്ടത് കരയുവാണെങ്കിൽ അങ്ങോട്ട് മാറിപ്പോയി കരയെന്ന് പറഞ്ഞു. കാര്യം സംഭവം ആര്യൻ ചിരിക്കായിരുന്നു. ഗിസലിനും അറിയാം. പക്ഷെ എല്ലാവരുടെ മുമ്പിൽ സേവ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞാന്ന് തോന്നുന്നു. അങ്ങനെ ആര്യൻ അപ്പുറം പോയിട്ട് ഒരു ഇടുക്കി പോയി എന്ന് ഭയങ്കരമായിട്ട് ചിരിക്കുന്നു. പൊത്തി ചിരിക്കുന്നു. പിന്നെ കരയുന്ന പോലെയും തോന്നുന്നു. കാരണം ഇവിടെ ഒരു നനവൊക്കെ തോന്നുന്നു. അത് ക്ലാരിറ്റി ഇല്ല. അപ്പോഴത്തേക്ക് നമ്മുടെ അഭിലാഷ് അക്ബറും ഷാനവാസും കൂടെ ഇരുന്നിട്ട് അക്ബർ ഷാനവാസിന്റെ ചെവി പറയുന്നത് അവൻ കരയല്ല, അവൻ ചിരിക്കുകയാണ് ഇങ്ങനെ അക്ബർ പറഞ്ഞിട്ടോ ഷാനവാസിന്റെ. അപ്പൊ ഷാനവാസ് ഇങ്ങനെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക, അക്ബറും നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഷാനവാസിനും അക്ബറിനും എല്ലാവർക്കും അങ്ങ് കുരുപൊട്ടിയിരിക്കും. അതെ. അപ്പോ നമ്മള് കാണുന്നത് എന്താന്ന് വെച്ചാൽ റെന ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പൊത്തി ഇങ്ങനെ റെന ചിരിക്കുന്ന കാണാം. അത് കഴിഞ്ഞിട്ട് സരിക ഭയങ്കരമായിട്ട് വാ പൊത്തി ഇരുന്ന് ഇങ്ങനെ സരികയുടെ ഈ താഴെയാണ് നമ്മുടെ ആര്യൻ, അതായത് സോഫയുടെ താഴെയാണ് ആര്യൻ ഇരിക്കുന്നത്. ഇങ്ങനെ ചിരിക്കുന്നു, കൈ പൊത്തി ചിരിക്കുന്നു, ഭയങ്കര ചിരി. സരിക അങ്ങ് പൊട്ടി ചിരിയായിരുന്നു കേട്ടോ. അവിടെ ശൈത്യ കരഞ്ഞുകൊണ്ട് അച്ഛന്റെ ഫിനാൻഷ്യൽ ക്രൈസിസിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര പൊട്ടിച്ചിരി. ഷാനവാസും ആൾക്കാരും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. കാര്യം ഇതെല്ലാവരുടെയും ശ്രദ്ധ ആ കഥ പറയുന്നതെന്ന് മാറി ഇവരുടെ ഈ ആര്യൻ ചിരിക്കുന്നതും ഇവരൊക്കെ ചിരിക്കുന്നതും ഗസ്റ്റർ കാണിക്കുന്ന എല്ലാം പോവുക. ആരും ശ്രദ്ധിക്കുന്നില്ല ശൈത്യയെ. ശൈത്യക്ക് മനസ്സിലായിട്ട് ശൈത്യ ഇടയ്ക്ക് നോക്കുന്നതൊക്കെ ഉണ്ട്, നമുക്ക് ശ്രദ്ധിക്കാം, അത് മനസ്സിലാവും. അതൊന്നും അക്ബർ അവിടെ ഇരുന്ന് കാണിക്കുന്നുണ്ട് സരിക എടുത്ത്. അതായത് സരിക ഭയങ്കര പൊട്ടിച്ചിരി, എന്തുവാ ഇത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വാ പൊത്തുന്നുള്ള രീതിയിൽ അക്ബർ കാണിക്കുന്നുണ്ട് കേട്ടോ. ബസ്റ്റർ അങ്ങോട്ട് അടിച്ചതും അഭിലാഷ് എണീച്ചിട്ട് എന്താണ് കാണിച്ചത്, ഞാൻ കണ്ടത് അവൻ ചിരിക്കുന്നത് എന്ന് പറയുമ്പോ ഗിസൽ അവൻ കരയുമായിരുന്നു. അപ്പോഴത്തേക്ക് അബി ഇവിടെ വേറെ പലരും ചിരിക്കുന്നത് ഞാൻ കണ്ടതാ, ഞാൻ വേറെ പലരും ചിരിക്കുന്നതെന്ന് കണ്ടതാന്ന് പറഞ്ഞ അബി അങ്ങോട്ട് കേറി ഭയങ്കര കലിപ്പൊക്കെ ആയിട്ട് അപ്പോഴത്തേക്ക് ആര്യൻ അങ്ങോട്ട് എണീച്ച് വന്നിട്ട് ഷൂ എടുത്ത് ഒരു എറി. അഭിലാഷിന്റെ ദേഹത്തുണ്ടല്ലോ, പക്ഷെ ഭയങ്കരമായ രീതിയിലാണ് കേട്ടോ എറിഞ്ഞത്. അഭിലാഷിനായിട്ടാണ് എറിഞ്ഞത്. അപ്പോഴത്തേക്ക് നീ ചിരിച്ചില്ലെന്ന് റെനയെടുത്ത് ചോദിക്കുമ്പോ ഞാൻ ചിരിച്ചില്ല, ശരത്ത് ഏട്ടന്റെ ഫേസ് നോക്കിയതേ ഉള്ളൂ, ഞാൻ ചിരിച്ചില്ല എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ റെനയും ഒണിയലും തമ്മിൽ ഇത് പറഞ്ഞ ഭയങ്കര വഴക്ക്. അങ്ങനെ മോശമായിട്ട് പുല്ലേന്ന് അങ്ങക്ക് ഒണിയലും ഭയങ്കര ചൊറിച്ചില്ലായിരുന്നു കേട്ടോ. അങ്ങോട്ട് കേറിപ്പോയി വാങ്ങിയതാണ് കുറച്ച്. കാരണം ആള് ചിരിച്ചെന്ന് അങ്ങ് പറഞ്ഞാൽ മതി, അത് അവസാനം സമ്മതിക്കുന്നുണ്ട്. അത് ആദ്യമേ ചിരിച്ചത്. പക്ഷെ ശൈത്യയുടെ കഥ കേട്ടിട്ടല്ല, ഇവരെ നോക്കിയിട്ട് ഇവര് ചിരിക്കുന്ന കണ്ടിട്ട് അത് നോക്കി അങ്ങ് ചിരിച്ച്. അത് പുള്ളിക്കാരി അങ്ങനെയാ ചിരിച്ചത്. അപ്പം അത് നമുക്ക് മനസ്സിലാവും എന്തുദ്ദേശത്തിലാണ് അങ്ങനെ ചിരിക്കുന്നതെന്ന്. നമുക്കാണ്, നമ്മളും ചോറൊക്കെ കഴിക്കുന്നവരല്ലേ, നമുക്ക് മനസ്സിലാവും. അവിടുന്ന് അകത്തോട്ട് കയറി വരുമ്പോൾ ഗിസയിൽ ഇങ്ങനെ പറഞ്ഞ എയർ ബാലൻസ് പോയതാണ് ആര്യൻ, അതാന്ന് പറഞ്ഞാൽ ആര്യനെ ഗിസയിലും കൂടി ഇങ്ങനെ പറയുമ്പോഴത്തേക്ക്
ഷാനവാസ് എല്ലാ കാര്യത്തിനും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത് കേട്ടോ. ഗിസയിലെ ആവശ്യത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യും, എല്ലാ കാര്യത്തിനും ഇങ്ങനെ ഇറന്ന് സപ്പോർട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് വീട്ടിനകത്ത് വന്നിട്ടും വീണ്ടും മോണിയലും റെനയും തമ്മിൽ ഫൈറ്റ്. നീ എന്ത് ചെയ്യണം, നീ പോടാ ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫൈറ്റ് കേട്ടോ. പിന്നെ അഭിലാഷായിട്ട് രണ ഫാത്തിമ ഭയങ്കര ഫൈറ്റ് ആയിരുന്നു. അതിന്റെ ഇടയ്ക്ക് ഇവരെന്തോ പറഞ്ഞു വരിക്കാണ്ട് അഭിലാഷ് എന്തോ നീ പോടിയെന്നോ പുല്ലേന്നെന്തോ വിളിച്ചു. അപ്പൊ അത് രണ ഫാത്തിമ നീ നിന്റെ ഭാര്യയെ പോയി വിളിക്ക് എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട്. വളരെ മോശമായിട്ട് വീട്ടുകാരെയും പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മോശമായിട്ട് സംസാരിക്കുന്നു, ഭയങ്കര ഗസ്റ്ററൊക്കെ കാണിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് രണ ഫാത്തിമ ഒനിയലിനെ തള്ളുന്നുണ്ട് എന്തോ പറഞ്ഞിട്ട്. അപ്പഴത്തേക്ക് ഒനിയൽ പറയുന്നുണ്ട് വെറും ഷോ മാത്രമേ ഇവളെന്ന് പറയുമ്പോഴത്തേക്ക് രണ പറയുന്നുണ്ട് അവൻ എവിടെ ചിരിച്ചപ്പോ അപ്പൊ അനീഷ് ചോദിക്കുന്നുണ്ട് അവൻ അവിടെ ചിരിച്ചപ്പോ നീ ചിരിച്ചായിരുന്നു എന്ന് റെനയുടെ ചോദിക്കുമ്പോൾ റെന പറയുന്നുണ്ട് അത് ചിരിച്ചപ്പോ ഞാൻ ചിരിച്ചു പോയതാന്ന് പറയുമ്പോഴത്തേക്ക് അക്ബർ വന്നിട്ടുണ്ട് അവളെ എന്തിനാ കുറ്റം പറയുന്നത്, അവള് വെറും 19 വയസ്സുള്ള ഒരു കുട്ടിയാണ്, ഒരാളെ ചിരിക്കുന്നുണ്ട് അവള് ചിരിക്കും, അപ്പൊ അതിലത്ര നമുക്ക് കുറ്റം പറയാനായിട്ട് ഒന്നുമില്ലെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് ഗിസയിൽ ഇങ്ങനെ ബെഡ്റൂമിലൊക്കെ പോയിട്ട് അഭി ഉണ്ടല്ലോ, അഭി വന്നപ്പോ ഞാൻ പേടിച്ചു, എന്തൊക്കെയാ കിടന്ന് പറയണേ എന്നുള്ള രീതിയിൽ നമ്മുടെ ഗിസയിൽ അവിടെ കിടന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ സാരിക ന്യായീകരിക്കുന്നുണ്ട് കേട്ടോ, എന്റെ അടുത്ത് നിൽക്കുന്ന ഒരാൾ പറയുമ്പോഴല്ലേ എനിക്ക് കൂടെ കേൾക്കാൻ പറ്റൂ, ഇത് ഷാരിക അങ്ങ് ഭയങ്കര ദൂരെയായിരുന്നു നിന്നത്, അപ്പൊ ഇവിടെ കിടന്ന ഓരോന്ന് ആരെയും ഇങ്ങനെ വാപ്പുത്തി കാണിക്കുകയും. സാരിക നല്ല മെഴുകുന്നുണ്ടായിരുന്നു. അതെ, സാരിക കൊച്ചുകുഞ്ഞൊന്നും അല്ലല്ലേ. 2 ദിവസം മുമ്പ് ജീവിതകഥ പറഞ്ഞപ്പോ ചെറിയൊരു കാര്യത്തിന് ഭയങ്കര പൊട്ടിക്കരച്ചിലും, പിന്നെ അതുപോലെ സ്വന്തം ജീവിതം ഇത്രയും പൊട്ടിക്കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോട്ട്സെറ്റിലെ കാര്യം പറഞ്ഞപ്പോ എന്തൊക്കെയായിരുന്നു ഡയലോഗ് അടി. അപ്പൊ ബാക്കിയുള്ള കാര്യം വരുമ്പോ മാത്രം ഒന്നും പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ പുറത്തു നിന്ന് ഞാൻ അങ്ങനെ എനിക്ക് അടുത്തിരിക്കുന്നതല്ലേ കേൾക്കാൻ പറ്റൂ, അത് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ചിരിച്ചു പോയത്, അല്ലാതെ ഷാരികയുടെ കഥ പറയുന്ന ഒന്നും കേട്ടിട്ടൊന്നും അല്ലാതെ ആയി പോയതാ. അപ്പൊ ഇവര് ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ കഥ ഇവൻ ചിരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾക്ക് അവൻ കളിയാക്കി ചിരിക്കാനോ കരയാണോ? അത് എനിക്കറിയാൻ പറ്റത്തില്ല, അവൻ കരയണോ അവൻ വേദന കൊണ്ടായിരുന്നു അത് കാണിച്ചത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നോക്കിയപ്പോ ഇല്ല അങ്ങനെ തോന്നില്ല, അവൻ അവിടെ ചിരിക്കായിരുന്നെന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ അഭിലാഷായിട്ട് പിന്നെ അവിടെ കുറെ വഴക്കും കാര്യങ്ങളൊക്കെ നടക്കും. ശരത്ത് വന്നിട്ട് നമ്മുടെ ഷാനവാസിനോടൊക്കെ പറയും പോയി ചോദിക്ക് അവൻ അവിടെ ചിരിക്കുമായിരുന്നു, അതെന്തൊരു മോശം പോയി ചോദിക്കുന്ന പറഞ്ഞിട്ട് ആര്യൻ അവിടെ പോയി കിടന്ന് ആര്യന് മൊത്തത്തിൽ പൊളിഞ്ഞ് വട്ടം പൊളിഞ്ഞത് മനസ്സിലായി, അതുകൊണ്ട് ഓടിപ്പോയി അങ്ങ് കിടന്ന്, അല്ലെങ്കിൽ പണി പാളൂന്ന് അറിയാം. അങ്ങനെ കിടന്ന സ്ഥലത്തിട്ട് അപ്പാന്റെ സ്ഥലത്ത് പോയിട്ട് അല്ല ഇതിന് മുമ്പ് ഒരു സംഭവം ഉണ്ട്. ഇതിൽ അഭിലാഷ വന്നിട്ട് ആര്യന്റെ അടുത്ത് ബെഡ്റൂമിൽ പറയുന്നുണ്ട് ഞാൻ ചിരിച്ചല്ലടാ എനിക്ക് വയ്യായിരുന്നു എനിക്ക് പെയിൻ ആണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആരെയും പറയുന്നുണ്ട് അഭിലാഷിന്റെ അടുത്ത്. അപ്പൊ അഭിലാഷ് പറയുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും നീ ഭക്ഷിച്ചിരിക്കുന്നതായിട്ടാ തോന്നിയത്, അതിലൊരു മാറ്റവും ഇല്ലെന്ന് പറഞ്ഞിട്ട് അഭിലാഷ് അങ്ങ് പോയി. ഇത് കഴിഞ്ഞിട്ടാണ് ശരത്തും ആര്യനും തമ്മിൽ അവിടെ ആര്യന്റെ ആ ഒരു ഗെയിം അങ്ങോട്ട് പുറത്തു വരികയാണ് കേട്ടോ. ആര്യന്റെ മാത്രമല്ല ശരത്തിന്റെ. അതെ, അതായത് ആര്യം പറയുന്നുണ്ട് എനിക്ക് ചിരി വന്ന് ഭയങ്കരമായിട്ട് ചിരി വന്ന്, അതാ ഞാൻ ചിരിച്ചത്, പെയിനും ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്ന്, കഥ കേട്ടിട്ടായിരിക്കും ഈ ചിരി വന്നെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശരത്ത് വന്നു നിനക്ക് ചിരി വന്നില്ലേ, എനിക്കും ഭയങ്കരമായിട്ട് ചിരി, എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈപൊത്തിയൊക്കെ ചിരിച്ചിട്ട് ആരെയും ചിരിക്കുന്നത്, ആരെയും ഭയങ്കര ചിരിക്കുന്നത്. അപ്പൊ പറയുന്നു കാണല്ലേ അവര് കാണല്ലേ, ആരും കാണാതെ ചിരിക്കുന്ന പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഇതും പറഞ്ഞിട്ട് ഇരുന്ന് അവിടെ ഇരുന്ന് ചിരിക്കുക. അതായത് ശരത്തിന്റെ ഗെയിം എന്ന് മനസ്സിലാക്കി. ഷാനവാസിന്റെ അടുത്ത് പറഞ്ഞത് എന്തുവാ, ആര്യൻ ചിരിക്കുന്ന കണ്ടായിരുന്നു പോയി ചോദിക്കുന്നു പറഞ്ഞവൻ ഇപ്പുറത്ത് വന്നിട്ട് പറയുന്ന ഈ ഡയലോഗാ. അപ്പൊ ഷാനവാസ് പറഞ്ഞ കാര്യം ഉള്ളതാണെന്നുള്ളത്. അപ്പൊ അനി ശരത്തിന് ഒരു നിലപാടും ഇല്ല, ഒരു ഇതും ഇല്ല, സത്യസന്ധത ഇല്ലെന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്. അല്ല ഞാൻ ചോദിക്കുന്നത് ഇതൊക്കെ പുറത്ത് കാണുമെന്നുള്ളത് ഇവർക്കൊരു ബോധവും ഇല്ലേ? ഈ ശരത്തൊക്കെ എന്തും ഇവിടെ കാണിച്ചു കൂട്ടുന്നേ? അതല്ലേ എനിക്ക് ആ ശൈത്യയുടെ മുഖം കാണുമ്പോഴാ അവൻ മാറി വന്നിരുന്ന്, പുള്ളിക്കാരി ഇതിലൊന്നും ഇടപെട്ടില്ല, മാറി വന്നങ്ങ് ഇരുന്ന്. അപ്പൊ നമുക്കറിയാലോ നമ്മുടെ ലൈഫിലെ സ്ട്രഗിള് അതിന്റെ വേദനയൊക്കെ നമുക്കേ അറിയത്തുള്ളൂ. അത് വേറൊരാൾ ചിരിക്കുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന ഇത്ര ക്യാമറയുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നടക്കുമ്പോ ഇതും ഈ ചിരിക്കുന്നൊക്കെ വെളി വരുമെന്ന് അവർക്ക് അറിയാതിരിക്കും. ഇവർക്കൊന്നും ചിന്തിച്ചൂടെ ഇതൊക്കെ ശൈത്യയുടെ അമ്മ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അച്ഛനുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, അച്ഛനിപ്പോ ജീവനോടോ ഉണ്ടോ അയ്യോ ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റാണെങ്കിൽ എനിക്ക് അറിഞ്ഞൂടാ, ഇനി വേറെ വല്ല വെളിനാട്ടിലാണോ എന്തോന്ന് അറിയില്ല. പക്ഷെ അവരുടെ ഫാമിലി ഇത് കണ്ടോണ്ടിരിക്കുകയല്ലേ, എന്ത് മോശമാണ് കാണിക്കുന്നത് ഒരാളുടെ ഫാമിലി. അല്ല ഞാൻ ചോദിക്കുന്നത് ആര്യൻ എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്, ആര്യന്റെ വിചാരം ഉണ്ടത് ഇപ്പൊ അല്ലെങ്കിൽ അവിടെ ഉള്ള എല്ലാവരും ബിഗ് ബോസ് ടൈറ്റിൽ മേടിക്കാൻ പോകുന്ന ആളെന്നുള്ള വിചാരം കണ്ടുണ്ട് പുള്ളിക്ക്. അല്ല ഒരു നിമിഷം മതി, ഒരു ഒറ്റ സെക്കൻഡ് മതി ഈ ഒരു രാജാവിനെ എടുത്ത് താഴെ ഇടാനായിട്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അവന്റെ വിചാരം അങ്ങനെ ആണെങ്കിൽ, ആര്യന്റെ വിചാരം അങ്ങനെ ആണെങ്കിൽ ഒരു ഒറ്റ കുന്നംകുളം രൺബീർ കപൂർ. അതെ നല്ല കാര്യം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇത് ഒണിയലും
അനീഷും ഇപ്പൊ ഒണിയലും നമ്മുടെ അഭിലാഷും ഷാനവാസും ഗ്രൂപ്പ് പിടിക്കാൻ നടന്നിട്ട് ഇവരിപ്പോ ഒരു ഗ്രൂപ്പാണ് കേട്ടോ. പക്ഷെ അല്ല, അത് ടോപ്പിക് സംസാരിക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇവര് ഒരു ഗ്രൂപ്പായിട്ട് തന്നെയാണ് അവിടെ ടോപ്പിക് സംസാരിച്ച വഴക്കിടാൻ വരുമ്പോ സെപ്പറേറ്റാ. അഭിലാഷ് എല്ലാത്തിലും ഇടപെടത്തില്ല. എല്ലാത്തിലും ഇടപെടില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ശരത്തും എല്ലാത്തിലും ഒന്നും ഇടപെടില്ല. അവരിപ്പോ രണ്ടായിട്ടാണല്ലോ തോന്നുന്നത്. ഇതിപ്പോ ഒരു ഗ്രൂപ്പാണ് കാണാൻ, അവിടെ ഇപ്പൊ ഒരു ഗ്രൂപ്പാണ് കാണാൻ. ശരിയാ. അപ്പൊ ഇവര് മൂന്നുപേരും കൂടെ പറയുന്നത് ശരത്ത് മൊത്തത്തിൽ ഫേക്കാണ്, അവൻ ഈ വന്ന് മെഴുകുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും, അവന് ശരിയാക്കി കൊടുക്കാം, ഇനി ടാസ്ക് വരട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. ശരത്തിനെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ശരത്തിന് എപ്പോഴാണ് 8ന്റെ പണി 7ന്റെ പണി കിട്ടുന്നതെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഓക്കെ, അപ്പൊ അതിനെയൊക്കെ കുറിച്ചാണ് സംസാരിക്കുക. എന്നിട്ട് ഇവിടെ ബിന്നിയും ആര്യനും കൂടി സംസാരിക്കുമ്പോൾ ബിന്നി ഡോക്ടർ ആണല്ലോ, ആര്യം പറയുന്നുണ്ട് നീ ശരിക്കും ചിരിച്ചതായിരുന്നോ എന്ന് നമ്മുടെ ബിന്നി ചോദിക്കുമ്പോൾ ആരും പറയുന്നുണ്ട് ഇമോഷണൽ ബേസ്റ്റ് ആയി പോയതാണ്, അത് ഫുൾ പെയിൻ ആയിരുന്നു, അപ്പൊ എനിക്ക് ഇമോഷണൽ ബേസ്റ്റ് ആയി പോയതാണ്. അതെ, അല്ല അങ്ങനെയാണെങ്കിൽ തന്നെ ഇമോഷണൽ ബേസ്റ്റ് ആയി പോകേണ്ടത് ആര്യനല്ലല്ലോ, കഥ പറയുന്ന സ്വന്തം ജീവിത കഥ പറയുന്ന ആൾക്കാണല്ലോ അത് വരേണ്ടത് എന്ന് പറയുന്നത്. അപ്പൊ ബിന്നി പറയുന്നുണ്ട് അങ്ങനെ പെയിൻ വരുമ്പോ ഒന്നും ഇമോഷണൽ ബേസ്റ്റ് ആവത്തില്ല, ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ പറയാണ്, ഇനി അങ്ങനെ വല്ലതും നിനക്ക് വരുന്നുണ്ടെങ്കിൽ നീ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതാ, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് എങ്കിലും ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആക്കി വിടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്നലത്തെ കണക്ക് തന്നെ മെഴുകാൻ വന്നതാണ് ആര്യൻ. പക്ഷെ ഇന്നലെയും വട്ടം പൊളിഞ്ഞ്, ഇന്നും വട്ടം പൊളിഞ്ഞ്. അല്ലേ ലാലേട്ടൻ വരുമ്പം എന്തായാലും ഇതൊക്കെ ഒന്ന് ചോദിക്കണം. കാരണം വളരെ മോശമായിട്ടാണ് ആര്യന്റെ ഗെയിം എന്നല്ല, ആര്യന് മറ്റുള്ളവരോട് ഇത്രയും പുച്ഛം കാണിക്കുന്നത്. അതായത് ആര്യന്റെ വിചാരത്തിൽ അവരുടെ കിസയിൽ മാത്രമേ ഉള്ളൂ നല്ലതും പേഴ്സണാലിറ്റിയും ക്യാരക്ടറും എല്ലാം തരത്തില് ഗിസലിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു രീതിയിലും ആര്യനെ വിട്ടുകൊടുക്കുക. അതായത് സ്വയം എനിക്കൊന്നും പറ്റുകയും ചെയ്യരുത് എന്നാൽ ആര്യനൊന്നും പറ്റരുത് എന്നുള്ള രീതിയിൽ ആര്യന് വേണ്ടി എത്ര പേരോടാ പോയി കിടന്നിട്ട് അവൻ കരയായിരുന്നു എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പം ഒരു നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് കാണിച്ചു കഴിഞ്ഞാലോ ആര്യൻ ചിരിക്കുന്നത്? ഇവിടെ ഇപ്പൊ കല്യായി പോകുന്ന സത്യം പറഞ്ഞാൽ അത് കാണിക്കണം. അത് ഇവര് വാദിക്കുന്നുണ്ടല്ലോ ചിരിച്ചില്ല എന്നുള്ളത്, അത് കാണിക്കാൻ തന്നെ വേണം. അതെ, ഇത്രയും കാണിക്കുമായിരിക്കും ചിലപ്പോ. ചുമ്മാ വന്ന് ഒന്നിനും രണ്ടിനും കുറുമ്പടം കാണിക്കുന്നത് ഇത് കാണിക്കാതിരിക്കുമോ? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് ജീവിതം പറയുമ്പോൾ ഒരാള് ചിരിക്കുമ്പോ ഉണ്ടാവുന്ന ആ ഒരു ഇത് അവർക്കും തോന്നണം. ഓക്കെ, അപ്പൊ അത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ ബിഗ് ബോസിലെ. നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ ദിവസം റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ബൈ.